വ്യാസൻ്റെ കാലത്ത് പ്രസിദ്ധമായിരുന്ന നാടോടിക്കഥകളെല്ലാം, നാടോടിക്കഥകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാട്ടിൽ പ്രഖ്യാതമായിരുന്ന കഥകൾ എന്നാണ്. നാട്ടിൽ പ്രഖ്യാതമായിരുന്ന കഥകളെല്ലാം മഹാഭാരതത്തിൽ സംഗ്രഹിച്ച് വയ്ക്കാനുള്ള യത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയേറെ ഉപാഖ്യാനങ്ങൾ ഉണ്ടായത് എന്നും വാദമുണ്ട്. ആ വാദവും ശരിയല്ല. ആ വാദം ശരിയാണെന്ന് വന്നാൽ എന്ത് സംഭവിക്കും? വ്യാസന് കലാമർമ്മജ്ഞത ഇല്ലാതിരുന്ന ഒരു കലാകാരനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം. ഒരു കലാസൃഷ്ടിയിൽ ഏതൊക്കെ തരത്തിലുള്ള സംഗതികൾ വർജ്യമാണ്, ഏതൊക്കെ തരത്തിലുള്ള സംഗതികൾ ത്യാജ്യമാണ്, ഏതൊക്കെ തരത്തിലുള്ള സംഗതികൾ സ്വീകാര്യമാണ്, സംഗൃഹ്യമാണ് എന്നൊക്കെ വ്യാസന് നിശ്ചയമില്ലായിരുന്നു എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നവർ വ്യാസന് കലാബോധമില്ലായിരുന്നു എന്നാണ് തങ്ങൾ പറയുന്നത് എന്ന വസ്തുത പോലും അറിയാതെ ജൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അതും സ്വീകരിക്കാൻ നിവൃത്തിയില്ല. പാണ്ഡവന്മാരിൽ പ്രമുഖനായ അവരുടെ നേതാവായ ജ്യേഷ്ഠനായ ധർമ്മപുത്രരെ, ധർമ്മത്തിൻ്റെ പുത്രനായിട്ട് ആരും ജനിക്കുന്നില്ല. ജനിക്കുമ്പോഴെല്ലാവരും മനുഷ്യപുത്രന്മാരാണ്. ജനിക്കുമ്പോഴെല്ലാവരും ആനിമലാണ്, മൃഗമാണ്, ജന്തുവാണ്. ഈ ജന്തുത്വത്തിൽ നിന്ന് സാധാരണ മനുഷ്യനിലേക്കും സാധാരണ മനുഷ്യനിൽ നിന്ന് ഉത്തമ മനുഷ്യനിലേക്കും ഉയർത്താനുള്ള വാചികമായ യത്നങ്ങളാണ് വ്യാസൻ നടത്തുന്നത്. സാധാരണ മനുഷ്യത്വം സമാർജിച്ചാൽ നാട്ടിലെ പ്രജയായി. രാജാവിനത് പോരാ. രാജാവിന് ഒരു നാട്ടിലെ പ്രജയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും പരിശീലനവും അഭ്യാസവും മറ്റ് തരത്തിലുള്ള മാനസികമായ നിയന്ത്രണങ്ങളും വികാരശമന വിദ്യകളും ഒക്കെ അഭ്യസിച്ചിരിക്കണം. ഇന്ന് അത്തരം അഭ്യാസങ്ങളില്ല. അത് പ്രായോഗിക രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുന്ന അതിമുഖ്യമായ ഒരു അപര്യാപ്തതയാണ്. ആരും ഭരണാധികാരികളാരും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ പരിശീലനം നേടിയവരല്ല. ആകെ അവർക്കുള്ള പരിശീലനം പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ള പരിചയം മാത്രമാണ്. പാർട്ടി പ്രവർത്തനവും ഒരു ജനങ്ങളുടെ ആവശ്യവും ജനങ്ങളുടെയോ ജനതയുടെയോ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന നിത്യവും അനിത്യവുമായ കർമ്മങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുണ്ട്. എന്തിൽ? ഭരണത്തിൽ. അപ്പോൾ ഭരണത്തിലെ നിത്യാനിത്യ കർമ്മങ്ങളെക്കുറിച്ചുള്ള വിവേകം എങ്ങനെ ഉണ്ടാകും ഒരു ഭരണാധിപന്? അത് ജനാധിപത്യമായിക്കൊള്ളട്ടെ, ആധിപത്യമായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ആധിപത്യമായിക്കൊള്ളട്ടെ, ഏകാധിപത്യമാവട്ടെ, രാജഭരണമാവട്ടെ, കമ്മ്യൂണിസമാവട്ടെ, ഏതായാലും നിത്യാനിത്യ കർമ്മങ്ങൾ, ഒരു രാജ്യം ആവശ്യപ്പെടുന്ന നിത്യാനിത്യ കർമ്മങ്ങൾ ഏതേതെല്ലാം ഘട്ടങ്ങളനുസരിച്ച് നടപ്പിൽ വരുത്തണം എന്ന് തീരുമാനിക്കാനുള്ള സവിശേഷമായ എന്ത് പരിശീലനമാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഭരണാധിപന്മാർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരു പരിശീലനവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പോരായിരുന്നു രാജഭരണകാലത്തെ രാജാക്കന്മാർ എന്നായിരുന്നു മഹർഷിമാരുടെ അഭിപ്രായം. അതുകൊണ്ട് അവരെ പരിശീലിപ്പിക്കാൻ, അവരെങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് അവരുടെ പരിശീലനത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കാത്ത വിധത്തിലുള്ള പരിശീലന പ്രവിധാനങ്ങൾ ഒരുക്കി വച്ചിരുന്നു മഹർഷിമാർ. അതിലൊന്നാണ് ഈ കഥകൾ സ്വയം രചിച്ചതും ആ ഉദ്ദേശത്തോടുകൂടി പണ്ട് രചിക്കപ്പെട്ടിട്ടുള്ളതുമായ കഥകളുടെ നിരന്തരമായ ആഖ്യാനോപദേശങ്ങൾ. അതാണ് പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. മഹാഭാരതം പഠിക്കുന്ന ഒരു പഠേതാവ് മനസ്സിലാക്കേണ്ടത് ഈ ഉപാഖ്യാനങ്ങളൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സംഗ്രഹിച്ച്
മഹാഭാരതത്തിൽ ചേർത്തതല്ല. അങ്ങനെ ചേർക്കത്തക്ക വിധത്തിലുള്ള ഒരു ലഘുബുദ്ധിയല്ല വ്യാസൻ. വ്യാസനെ വിമർശിക്കുമ്പോൾ നാം വ്യാസന് നൽകേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ഒരു പരിഗണന അദ്ദേഹത്തിന് നമ്മേക്കാൾ അല്പമെങ്കിലും ബുദ്ധി കൂടുതലുണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന വസ്തുതയാണ്. അത് നമ്മൾ വകവെച്ച് കൊടുക്കണം. എന്താണ് കാരണം? അതൊരു വസ്തുതയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഓരോ ശ്ലോകം വായിക്കുമ്പോഴും അതൊരു വസ്തുതയാണ്. ഇവൻ അതിഭയങ്കരനാണല്ലോ ചിന്തയിൽ എന്ന് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രകൃതിയെയും വസ്തുക്കളെയും വസ്തുതകളെയും സംഭവങ്ങളെയും മനുഷ്യ സ്വഭാവത്തെയും മനുഷ്യൻ്റെ ലക്ഷണങ്ങളെയും മനുഷ്യൻ്റെ പ്രവൃത്തിയെയും പെരുമാറ്റത്തെയും സംഭാഷണത്തെയും ഒക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കാനുള്ള അപാരമായ വൈദഗ്ധ്യം നാം മറ്റാരിലും കാണുന്നില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമാനാണെന്ന് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മളെക്കാൾ ഭേദപ്പെട്ടൊരുത്തനായിരുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു സൗജന്യബുദ്ധി മഹാഭാരതം വായിക്കുന്നവർ അദ്ദേഹത്തോട് കാണിക്കേണ്ടതാണ്. കാരണം ഒരു സംസ്കാരത്തെ സംവിധാനം ചെയ്ത് സ്ഥാപിച്ചിട്ട് ആർക്കും പല തരത്തിലുള്ള ആക്രമണങ്ങളും അതിനുശേഷം ഈ സംസ്കാരത്തിൻ്റെ മേൽ, ഭാരത സംസ്കാരത്തിൻ്റെ മേലുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ആ സംസ്കാരങ്ങളുടെ ഒന്നും വിഷം ബാധിക്കാതെ ഈ സംസ്കാരത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഈ വ്യാസൻ്റെ 2 തൃക്കൈകളാണ്. അല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല ഈ സംസ്കാരം സംരക്ഷിക്കാൻ. അങ്ങനെയുള്ള ഒരാളിനെ വിമർശിക്കുമ്പോൾ ഒരു സാധാരണ കവിയെ, നമ്മുടെ എഴുത്തച്ഛനെയോ ചെറുശ്ശേരിയെയോ കുഞ്ചൻ നമ്പ്യാരെയോ കുമാരനാശാനെയോ വള്ളത്തോളിനെയോ ഉള്ളൂരിനെയോ പിന്നീട് വന്ന ചങ്ങമ്പുഴ, വൈലോപ്പള്ളി, പി കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവരെ വിമർശിക്കുന്നത് പോലെ വിമർശിക്കാമോ? ഒറ്റൊരാളേ ഉള്ളൂ ലോകത്തിൽ അദ്ദേഹത്തിന് തുല്യനായി, അദ്ദേഹം മാത്രമുള്ള, അത്രയ്ക്ക് സവിശേഷതയുള്ള, അത്രയ്ക്ക് അനന്വയത്വമുള്ള ഒരു വ്യക്തിപ്രഭാവത്തെ, ഒരു വ്യക്തിപ്രതിഭയെ വിമർശിക്കുമ്പോൾ ഈ സൗജന്യം നാം കാണിക്കേണ്ടതാണ്. ഒരു കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങളിലെല്ലാം പോയി ചാടുന്നത്. അനുഷ്ഠാനങ്ങളുടെ കാര്യമെടുത്താലും എന്താണ് അനുഷ്ഠാനങ്ങളിൽ മുഴുവൻ വരുന്നത്? അനുഷ്ഠാനങ്ങൾ, വ്രതങ്ങൾ. എപ്പോഴും എന്തെങ്കിലും ഒരു വ്രതത്തിലായിരിക്കും അദ്ദേഹം, ധർമ്മപുത്രർ. നമ്മൾ ഏത് ഭാഗം വായിച്ചു നോക്കുമ്പോഴും അദ്ദേഹം ഈ രാജഭരണത്തോടൊപ്പം ഒരു വ്രതത്തിലും കൂടിയായിരിക്കും. എന്താണ്? ഭക്ഷണമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഭീമനെക്കുറിച്ച് പറഞ്ഞത്, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി കുടുംബത്തിലോ രാജ്യത്തിലോ വേറെ ആരും ഭക്ഷണം കഴിക്കാനുണ്ട് എന്ന ചിന്ത അവനില്ല. പെരുവയറനാണ്, അതവൻ നിയന്ത്രിച്ചില്ല. മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൂടിയുള്ളതാണ് ഭക്ഷണം എന്ന ചിന്ത ഭീമനില്ലായിരുന്നു. അതുകൊണ്ട് അവന് യോഗസിദ്ധിയില്ല, തീറ്റപ്രിയത്വം കൊണ്ട്. അത് യോഗാസനങ്ങൾ പരിശീലിക്കുമ്പോൾ പറയും, വെറുതെ യോഗാസനങ്ങൾ, അല്ലാതെ ധ്യാനമല്ല, വെറുതെ ശാരീരികമായ യോഗാസനങ്ങൾ പരിശീലിക്കുമ്പോൾ പറയും, യോഗാസനം പരിശീലിക്കുന്നവൻ മിതാഹാരിയായിരിക്കണം. കഴിയുന്നതും 2 നേരം മാത്രമായാൽ നല്ലത്. രാവിലെ ഉച്ചയ്ക്കും, രാത്രി ഭക്ഷണമൊന്നുമില്ല. അങ്ങനെയാൽ ഏറ്റവും ഉത്തമം. ഒരു രോഗം വരില്ല. അങ്ങനെയുള്ളവരെ യോഗാസനങ്ങൾ പരിശീലിക്കാവൂ. ഇത് തിന്ന് ശരീരം മുഴുവനും ഭക്ഷണ സാധനങ്ങളുടെ സത്തയുടെ സ്റ്റോറായിട്ട് നടക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? യോഗാസനങ്ങൾ പരിശീലിക്കാൻ ഒരുങ്ങും. യോഗാസനം കൊണ്ടവർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല. ആരോഗ്യ സംരക്ഷണത്തിനുള്ള വ്യായാമം എന്നുള്ള നിലയിൽ അത് ഫലിക്കും. യോഗാസനത്തിന് വേണ്ടിയുള്ളതാണ്. യോഗാസനം അതൊരു പരിധി കഴിയുമ്പോൾ അത് മനസ്സിൻ്റെ ശക്തി കേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അവിടെ നിന്നാണ് അത് പ്രാണായാമത്തിലേക്ക് പോയിട്ട് ധ്യാനത്തിലേക്കും സമാധിയിലേക്കും സംയമത്തിലേക്കും ഒക്കെ പുരോഗമിച്ചു പോകുന്നത്. അപ്പോൾ എപ്പോഴും വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാജാക്കന്മാർക്ക് അനേകം വ്രതങ്ങൾ അനുഷ്ഠാന ക്രമമായി ഉപദേശിച്ചിട്ടുണ്ട്. എന്തിനാണിത്? നിയന്ത്രണം എല്ലാ കാര്യത്തിലും വേണം. മനസ്സിനെ നിയന്ത്രിക്കാനും ധർമ്മബോധം ഉണ്ടാകാനുമാണ്. വികാരങ്ങളെ നിയന്ത്രിച്ചാലേ ധർമ്മബോധം ഉണ്ടാകൂ. അപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ളതാണ് ഈ വ്രതങ്ങളെല്ലാം. അത് വേണം.
പിന്നെ കഥകൾ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ, ഭരണകാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അത് പണ്ടൊരു രാജാവ് എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് ദൃഷ്ടാന്ത സഹിതമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് വസിഷ്ഠനായാലും വ്യാസനായാലും അഗസ്ത്യനായാലും വിശ്വാമിത്രനായാലും ഏത് മഹർഷിമാരായാലും ഉപദേശം കൊടുക്കുന്നത് തത്വം ഉപദേശിച്ചിട്ട് ആ തത്വം നടപ്പിലാക്കിയ ഒരു രാജർഷിയുടെ കഥയും കൂടി ഉപദേശിച്ചു കൊടുക്കും. എന്തിനാണ്? തത്വം മറന്നു പോകാതിരിക്കാനാണ്. അല്ലെങ്കിൽ തത്വം മറന്നുപോകും, ആശയങ്ങൾ മറന്നുപോകും, സംഭവങ്ങൾ മറക്കുകയില്ല. അതിനാണ് ആശയങ്ങളെ ആദ്യം സംഭവങ്ങളായി വിഭജിക്കും. ആശയങ്ങളെ സംഭവങ്ങളായി വിഭജിച്ചിട്ട് അതൊരു മനുഷ്യകഥയാക്കും. ആ മനുഷ്യകഥ ഏറ്റവും പ്രസിദ്ധനായ ഒരു മനുഷ്യനിലേക്ക് ആരോപിക്കും, ചരിത്ര പ്രസിദ്ധനായ ഒരു മനുഷ്യനിലേക്ക് ആരോപിക്കും. എന്നിട്ട് ആ മനുഷ്യൻ്റെ കഥ പറഞ്ഞു കൊടുക്കും. ആ മനുഷ്യൻ ഏതെങ്കിലും ഒരു തത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അതുകൊണ്ട് ആ തത്വം മറന്നു പോകില്ല. എന്താണ്? കഥ മനസ്സിലിരിക്കുന്നിടത്തോളം കാലം ആ തത്വം മറന്നു പോകില്ല. ഏതുപോലെയാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു കഥയുണ്ട്, പ്ലവന തത്വത്തിൻ്റെ കഥ. കാക്ക ബുദ്ധിയുള്ള കാക്ക എന്ന് 4ാം ക്ലാസ്സിലെയോ 5ാം ക്ലാസ്സിലെയോ ഏതെങ്കിലും ക്ലാസ്സിലെ ആയിക്കോട്ടെ ഒരു കഥ. വെള്ളം കുടിക്കാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും ജാറിനകത്ത് ഭരണിയുടെ അകത്ത് വെള്ളമില്ല. ആരാണ് ഇപ്പോൾ ഭരണിയുടെ അകത്ത് വെള്ളം എടുത്ത് വെച്ച് കുടത്തിലായിരിക്കും, പക്ഷേ കഥയിൽ പറയുന്നത് ഭരണി എന്നാണ്. വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. കാക്കയെന്ന് നോക്കിയപ്പോൾ കാക്കയ്ക്ക് കുടിക്കാൻ തക്ക വിധത്തിൽ ചുണ്ടെത്തിക്കാൻ നിവർത്തി, കൊക്കെത്തിക്കാൻ നിവർത്തിയില്ല. ഉടനെ കാക്ക പോയി ഒരു കല്ലെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടു. പിന്നെയും കാക്ക പോയി കല്ലെടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെ കല്ലെടുത്തുകൊണ്ട് വെള്ളം പൊങ്ങി വന്ന് കാക്കയ്ക്ക് കുടിക്കത്തക്ക വിധത്തിൽ വെള്ളം പൊങ്ങി വന്നപ്പോൾ കാക്ക കുടിച്ചു. കാക്ക കുടിച്ചിട്ട് ബുദ്ധിയുള്ള കാക്ക പറന്നുപോയി. പ്ലവന തത്വമാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. ഒരു വസ്തു ആദേശം ചെയ്തിരിക്കുന്ന അത്രയും സ്ഥലത്തെ വെള്ളത്തിൻ്റെ വ്യാപ്തം ആ വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അപ്പോൾ കഥയോടുകൂടി തത്വമായതുകൊണ്ട്, പ്രത്യേകിച്ച് കാക്കയുടെ കഥയായതുകൊണ്ട് തിരിയക്കുകളോടൊക്കെ കുട്ടികൾക്ക് ആ കുട്ടിപ്രായത്തിൽ വലിയ പ്രിയമായിരിക്കും. അപ്പോൾ ആ പ്രിയത്തെ മുതലെടുത്തുകൊണ്ട് ഒരു ശാസ്ത്രീയ തത്വം കഥയാക്കി, ശാസ്ത്രീയമായ ആശയം കഥയാക്കി ആവിഷ്കരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ കഥകളെല്ലാം വരുന്നത്. ഈ പഞ്ചതന്ത്രത്തിലെ കഥകൾ ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ്, എല്ലാം തിരിയക്കുകളുടെ കഥകളാണ്. പഞ്ചതന്ത്ര കഥകളും ഇതുപോലെ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അതും രാജകുമാരന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തതായതുകൊണ്ട് ജ്ഞാനോപസ്കാരകങ്ങളാണ്. പെട്ടെന്ന് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന രാജകുമാരന്മാർക്ക് പെട്ടെന്ന് ഭരണകർത്താക്കളാകേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, രാജ്യം ഭരിക്കുന്നതിനും ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും സ്വന്തം ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള ജ്ഞാനം പെട്ടെന്ന് ഉപദേശിച്ചു കൊടുത്തതാണ് കഥകളിലൂടെ. അതാണ് പഞ്ചതന്ത്രം കഥകൾ. അതിന് ഈസോപ്പ് കഥകളുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഈസോപ്പ് കഥകളിൽ ജ്ഞാനോപദേശം ഒരു ലക്ഷ്യമല്ല. അതാണ് ജീവിത പരിശീലനം ഒരു ലക്ഷ്യമല്ല. ജീവിതത്തിൻ്റെ മഹത്വം, ഏത് ഘട്ടം വരെ ഒരു വ്യക്തി മനുഷ്യനാണ്, ഏത് ഘട്ടം വരെ ഒരു വ്യക്തി ദേവനാണ്, ഏത് ഘട്ടം വരെ ഒരു വ്യക്തി രാക്ഷസനാണ് എന്നുള്ള അന്വേഷണം അതിനകത്തില്ല. മനുഷ്യ സ്വഭാവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ രാക്ഷസനാകുന്നതും രാക്ഷസൻ ദേവനാകുന്നതും ദേവൻ അതീത പുരുഷനാകുന്നതും സങ്കല്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. അങ്ങനെ ഒരു ജീവിതാന്വേഷണമാണ്. ജീവിതത്തിൻ്റെ രത്നങ്ങൾ അന്വേഷിക്കുകയാണ്. കൗരവ പാണ്ഡവന്മാരുടെ കഥകളെ ആസ്പദമാക്കി മനുഷ്യജീവിതത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ മഹത്വത്തിൻ്റെ നവരത്ന അന്വേഷണമാണ് വ്യാസൻ നടത്തുന്നത്. ഈ നവരത്ന അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൃതി കാലത്തെ അതിജീവിച്ച്, അല്ലെങ്കിൽ ആ കൃതിയുടെ കലാസൃഷ്ടമായ സിംഹാസനത്തിൻ്റെ പാതുകകളിൽ ചെന്ന് കാലം നമസ്കരിക്കും. കാലത്തെ കൊണ്ട് ഒരു കൃതിയെ, കാലം എന്താണ് സാധാരണ ചെയ്യുന്നത്? കാലം എല്ലാ കൃതികളെയും അടിച്ചു തെറിപ്പിക്കും. കാലമടക്കി അടിച്ചു തെറിപ്പിച്ചുകളെ അവൻ്റെ ഒരു കൃതി എന്ന് പറഞ്ഞ് ഒരു അടി കൊടുക്കും. ലോക സംസ്കാരത്തിൽ നിലനിൽക്കില്ല പല കൃതികളും, അടിച്ചു തെറിപ്പിച്ചുകളെയും. ഇങ്ങനെ അടിച്ചു തെറിപ്പിക്കുന്ന കാലം ചെന്ന് നമസ്കരിക്കത്തക്ക വിധത്തിൽ ഒരു കൃതി രചിക്കപ്പെടണമെങ്കിൽ അതെങ്ങനെ ഇരിക്കണം? മനുഷ്യൻ്റെ മഹത്വത്തെ സംബന്ധിക്കുന്ന അവിരാമമായ വിഗ്രഹമായ വ്യസനിതാപൂർണമായ അന്വേഷണത്തിൻ്റെ സമഗ്രത,
ആ സമഗ്രതയിലൂടെ ചെന്ന് കണ്ടെത്തുന്ന മനുഷ്യമഹത്വത്തിൻ്റെ നവരത്നങ്ങൾ ഉണ്ടായിരിക്കണം ആ കൃതിയിൽ. അപ്പോൾ കാലം ഒരു കണ്ണുനീർത്തുള്ളിയോടുകൂടി ചെന്ന് ആ ഗ്രന്ഥത്തിൻ്റെ പാതുകകളിൽ നമസ്കരിക്കും. പാതുക എന്ന് വെച്ചാൽ ഗ്രന്ഥത്തിൻ്റെ പീഠമാണ്, ചെരുപ്പല്ല. പാതുകകളിൽ ചെന്ന് നമസ്കരിക്കും. ഇതാണ് വ്യാസൻ്റെ അന്വേഷണം. കാലത്തെ അതിക്രമിക്കുന്ന, കാലത്തെ മറികടന്നു നിൽക്കുന്ന, സർവകാലാതിശായിയായ ഒരു ഗ്രന്ഥം രചിച്ച് മനുഷ്യൻ്റെ മഹത്വം സ്ഥാപിച്ച് അത് എക്കാലത്തേക്കും ഭാരതത്തിലെ പുരുഷാന്തരങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ എന്ന് വെച്ച് ആ നിത്യതപസ്വി ഒരു ഗ്രന്ഥമെഴുതി അനുഗ്രഹിച്ചിട്ട് കാലത്തിൻ്റെ അവനികൾക്കുള്ളിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ചിരഞ്ജീവിയായി നിന്നുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു കൃതിയെടുത്ത് വെച്ചിട്ട് നമ്മുടെ സാധാരണമായ ദൃഷ്ടിയിലൂടെ അതിനെ വിമർശിക്കാൻ പാടുണ്ടോ? വിമർശിക്കാൻ പാടില്ല. മഹാഭാരതത്തിലെ ഉപാഖ്യാനങ്ങളെല്ലാം വികാര നിയന്ത്രണത്തിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഈറ്റപ്പുലിയായ ഒരു ജന്തുവുണ്ട്. ഭോഗ വസ്തുക്കളുടെ മേൽ ചാടി വീഴുന്ന മനുഷ്യൻ്റെ മനസ്സാകുന്ന ഈറ്റപ്പുലി, ഹിംസ്രജന്തു. ഈ ഹിംസ്രജന്തുവിനെ മെരുക്കിയെടുത്ത് തൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ ലോകോപകാരപ്രദമായി പ്രയോഗിച്ച് സർവകാല പ്രസക്തമായ ഒരു ഭരണം, പ്രജാപരിപാലനം, അതിലൂടെ ലോകസംരക്ഷണം എങ്ങനെ സാധിക്കാം എന്നതിൻ്റെ അഭ്യാസ സങ്കേതം അല്ലെങ്കിൽ പരിശീലന കളരി എന്ന നിലയിലാണ് നാം മഹാഭാരതത്തിലെ എല്ലാ ഉപാഖ്യാനങ്ങളെയും നോക്കി കാണേണ്ടത്. ഈ ഉപാഖ്യാനങ്ങളിലെല്ലാം ഇത് നമുക്ക് കാണുകയും ചെയ്യാം. മനുഷ്യൻ്റെ അക്രമവാസനയും മനുഷ്യൻ്റെ അധാർമികമായ ആഗ്രഹങ്ങളും ധർമ്മത്തോടും അഹിംസയോടും ചെന്ന് ഏറ്റുമുട്ടുന്ന രംഗങ്ങളാണ് എല്ലായിടത്തും നാം കാണുന്നത്. ഒരിടത്ത് സൂത്രത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ ജ്ഞാനം നേടാനുള്ള ശ്രമമായിരിക്കും ഒരു മുനികുമാരൻ്റെ. ഒരിടത്ത് എല്ലാവരെയും വെട്ടിച്ച് രാജ്യം സ്വന്തമാക്കാനുള്ള ശ്രമമായിരിക്കും ഒരു ഉപാഖ്യാനത്തിൽ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഹിംസയും അഹിംസയും തമ്മിലുള്ള ഒരു സംഘർഷം കാണാം. ഈ കഥ കേൾക്കുമ്പോൾ രാജാവ് എന്താണ് ചെയ്യേണ്ടത്? രാജാവ് ആത്മപരിശോധന നടത്തി തന്നിലെ ഹിംസാവാസനകളെ മുഴുവൻ താൻ നിഗ്രഹിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. തന്നിലെ അധർമ്മവാസനകളെ മുഴുവനും താൻ സല്ലയിപ്പിച്ചിരിക്കുന്നോ തൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. ഇനിയും കീഴടങ്ങാത്ത മനസ്സ്, ചിത്തമാം വലിയ വൈരി ഇനിയും തന്നിൽ കീഴടങ്ങാതെ നിൽക്കുന്നു എന്ന വസ്തുത കണ്ടറിഞ്ഞ് അത് കീഴടക്കാനുള്ള പരിശീലനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വ്യഗ്രതയോടുകൂടി വ്യാപരിക്കാനുള്ള സന്ദർഭമുണ്ടാക്കി കൊടുക്കുകയാണ്, ആത്മപരിശോധനയ്ക്കുള്ള സന്ദർഭമുണ്ടാക്കി കൊടുക്കുകയാണ് എല്ലാ ഉപാഖ്യാനങ്ങളും. ഉപാഖ്യാനത്തിന് അകത്ത് വരുന്ന ഉപാഖ്യാനങ്ങൾ, ഇങ്ങനെ ആഖ്യാനോ ഉപാഖ്യാനങ്ങളോടുകൂടി എഴുതപ്പെട്ടിരിക്കുന്ന ഈ തീർത്ഥയാത്ര പർവ്വത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരും ചിന്തകന്മാരും വിമർശകന്മാരും ഉന്നയിച്ചിട്ടുള്ള ഈ വൃഥാസ്ഥൂലം അനുചിതം എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിനാൽ തെളിയുന്നു. ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. ഇത് പിന്നെ ആർക്കും കൂടി പരിശീലകമാണ്, ഇത് വായിക്കുന്നവർക്കും പരിശീലകമാണ്. വായിക്കാൻ ഒന്ന് പഠിക്കേണ്ടതുണ്ട് മഹാഭാരതം. അതിനാണ് എന്ത് പറഞ്ഞത്? നാരായണം നമസ്കൃത്യ. ഇത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നാരായണനെ നമസ്കരിക്കണം. നാരായണൻ ആരാണ്? നാരായണൻ പ്രപഞ്ച ജീവിതമാണ്. അതാണ് നാരായണൻ. നിങ്ങൾ പ്രപഞ്ച ജീവിതത്തെ കണ്ട് മനസ്സിലാക്കിയവരായിരിക്കണം. പ്രപഞ്ച ജീവിതത്തിൻ്റെ അനുശീലനം നിങ്ങൾക്ക് വേണം. മനുഷ്യൻ ജീവിക്കുന്നത് കണ്ടാലും കാണുന്നവരല്ല പലരും. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ സത്ത അന്തസത്തെ സാക്ഷാത്കരിച്ചിട്ടേ നിങ്ങൾ മഹാഭാരതത്തെ തൊടാവൂ. അതാണ് നാരായണൻ നമസ്കൃത്യ എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥം. അല്ലാതെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ വഴിപാട് കഴിച്ച് ശാന്തിയെയും നമസ്കരിച്ച് അവിടുത്തെ കല്ലിലും നമസ്കരിച്ച് പോരണമെന്നല്ല. അതും വേണം. എന്താണ്? ലോകജീവിതത്തിൻ്റെ പ്രതിനിധിയാണ് അവിടെ ഇരിക്കുന്നത് വിഷ്ണു. എന്താണ് വിഷ്ണുവിൻ്റെ അർത്ഥം?
എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നത് എന്നാണ്. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നത് പ്രപഞ്ച നിയാമകമായ മഹനീയ ഊർജമാണ്. അമരാത്ത ഊർജം ചൈതന്യമുള്ള എല്ലാ സചേതനങ്ങളെയും സചേതനവത്താക്കിക്കൊണ്ടിരിക്കുന്ന നിത്യമായ അവ്യയമായ ഒരിക്കലും നശിക്കാത്ത അവിനാശ്യമായ അഖണ്ഡ ചൈതന്യം. ആ അഖണ്ഡ ചൈതന്യത്തിൻ്റെ പ്രതിനിധാനമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത്. ഇതാണ് ക്ഷേത്ര ആരാധനയുടെ ശാസ്ത്രീയമായ വശം. ക്ഷേത്രത്തിൽ ചെന്ന് പ്രതിഷ്ഠയെ നോക്കി ആരാധന ചെയ്യുന്നവൻ പിന്നീട് എന്തിലേക്ക് പോകും? നിരാകാരമായ ഊർജത്തിലേക്കും നിരാകാരമായ ചൈതന്യത്തിലേക്കും പോകും. അങ്ങനെ വരുമ്പോൾ അയാൾ മഹത്വം സമാവഹിച്ചെടുക്കും. അപ്പോൾ മഹത്വ സമാവഹനത്തിന് വേണ്ടിയുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രാർത്ഥന. അപ്പോൾ നാരായണൻ പ്രപഞ്ച ജീവിതമാണ്. പ്രപഞ്ച ജീവിതത്തിൻ്റെ ഏകീകൃതമായ സത്തയാണ്. പ്രപഞ്ച ജീവിതത്തിൻ്റെ അപഗ്രഥിക്കാൻ വയ്യാത്ത അനപഗ്രഥിതമായ സല്ലയമാണ്. ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ ഘടകങ്ങൾ അലിഞ്ഞുപോയ ഒരു ലയം, ഘടകപദാർത്ഥങ്ങളില്ലാത്ത നിർഘടകമായ ഒരു ലയം. അപ്പോൾ പ്രപഞ്ച ജീവിതം പഠിച്ചിരിക്കണം. ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ പോരാ. മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കി മനുഷ്യ ജീവിതത്തിൻ്റെ സത്യം അതിൽ നിന്ന് നാം അധ്യാഹരിച്ചെടുക്കണം, വ്യാകരിച്ചെടുക്കണം, അരിച്ചു പെറുക്കിയെടുക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖ, സന്തോഷ, സന്താപ, സങ്കടങ്ങളിൽ നിന്ന്, ആതങ്ക സംഭവങ്ങളിൽ നിന്ന് അതരിച്ചു പെറുക്കിയിട്ട് അതങ്ങനെ തന്നെ എടുത്താൽ പോരാ, അതിനെ തത്വമാക്കി മനസ്സിൽ സൂക്ഷിക്കണം. അങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് ദർശനം ഉണ്ടാക്കുന്നത്. ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ആ ചരിത്ര സംഭവങ്ങളുടെ സ്ഥൂലത കളഞ്ഞിട്ട് അതിനെ തത്വങ്ങളാക്കി മാറ്റുമ്പോൾ, ചരിത്ര സംഭവങ്ങളെ തത്വങ്ങളാക്കി മാറ്റുമ്പോൾ അതെന്തായി? അത് ഫിലോസഫിയായി. ഇതാണ് ഹിസ്റ്ററിയും ഫിലോസഫിയും തമ്മിലുള്ള ബന്ധം. യൂറോപ്പിൽ ഹിസ്റ്ററി അങ്ങനെ തന്നെ എഴുതി വയ്ക്കും. ഇപ്പോൾ ഹെരോദേത്തസിൻ്റെ ഹിസ്റ്ററി അങ്ങനെ വരുന്നതാണ്. ഇവിടെ ഹിസ്റ്ററി അങ്ങനെ തന്നെ എഴുതി വയ്ക്കില്ല. അതിനവർ എന്ത് ചെയ്യും? ഹിസ്റ്ററിയെ തത്വങ്ങളാക്കും. അപ്പോൾ സംഭവങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും. സംഭവങ്ങളെയെല്ലാം ഉലിഞ്ഞു കളഞ്ഞിട്ട്, സംഭവങ്ങളാകുന്ന പൂട പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ എസൻസ് എടുക്കും, അതിൻ്റെ ആന്തരികമായ സത്ത എടുക്കും. അതാണ് തത്വങ്ങൾ. തത്വങ്ങൾ ഉണ്ടാക്കി ദർശനം സൂക്ഷിക്കും. ആ ദർശനത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചരിത്രം വികസിപ്പിച്ചെടുക്കാം. വേദാന്ത ദർശനത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ ചരിത്രം വികസിപ്പിച്ചെടുക്കാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, വെറുതെ ഒരു സാധനം എഴുതി വെച്ചിരിക്കുകയല്ല. വെറുതെ പ്ലേറ്റോ ഒരു ഫിലോസഫി ഉണ്ടാക്കിയതുപോലെ ഫിലോസഫി ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല. അതിനകത്തുനിന്ന് ചരിത്രം കിട്ടും. അതിനകത്ത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. വേണ്ട, ഉണർന്നിരുന്നോട്ടെ, എന്നാലും വിരോധമൊന്നുമില്ല. ചരിത്രം ഉറങ്ങുന്ന എന്നാണല്ലോ പൊതുവെ പ്രയോഗം. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ചരിത്രം ഉറങ്ങുകയല്ല. ചരിത്രം ഫിലോസഫിക്കകത്ത്, അദ്വൈത ദർശനത്തിനകത്ത്, അദ്വൈത ദർശനത്തിൻ്റെ ഹൃദയത്തിൽ ലോകചരിത്രം സദാ ജാഗരൂകമായി പ്രജാഗരിതമായി വർത്തിക്കുന്നു. ഉറങ്ങിക്കൊണ്ടല്ല. ഇത് നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം, അപഗ്രഥിച്ചെടുക്കാം. അതിനാരും തുനിയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതായിരിക്കും പ്രധാന കാരണം. അതിനേക്കാൾ പ്രധാനമായ കാരണം അത് അറിഞ്ഞുകൂടാത്തതായിരിക്കണം. ഈ ചുരുക്കത്തിൽ മഹാഭാരതം പഠിക്കുന്നതിനുള്ള ഒരു അധികാരിയെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? ഏറ്റവും പ്രധാനമായത് ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ കേൾക്കാൻ ആർക്കും സുഖം ഉണ്ടാവില്ലത്. കേൾക്കാൻ തീരെ സുഖം കാണില്ല. പക്ഷെ ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ളത്. അത് വേണം. ഇപ്പോൾ ആളുകളുടെ ബുദ്ധിയിലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഒരു ഈ ഗ്രന്ഥ താല്പര്യ ഗ്രഹണ സമർത്ഥമായ ഒരു ബുദ്ധി വേണം. മനുഷ്യർക്ക് പലതരത്തിലുള്ള ബുദ്ധിയുണ്ട്. അതിൽ ഗ്രന്ഥതാല്പര്യ ഗ്രഹണത്തിന് സജ്ജമായ ഒരു ബുദ്ധി വേണം. അതിനെ ഗ്രന്ഥപാരായണത്തിൻ്റെ അനുശീലനം കൊണ്ട് അതിൻ്റെ മൂർച്ചയും കൂട്ടണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ കാര്യം എളുപ്പമാണ്. പിന്നെ നിരുക്തം പഠിക്കുക, അല്ലെങ്കിൽ വാക്കുകളെ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ അതിൽ സംഘടന എന്ന വാക്കുണ്ട് മഹാഭാരതത്തിൽ. അത് നമ്മുടെ ഇപ്പോഴത്തെ ഓർഗനൈസേഷനാണെന്ന് ധരിക്കും. അങ്ങനെ ധരിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടേ, ഞാൻ വായിച്ചിട്ടുണ്ട്.
പേരൊക്കെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അവിടെ സംഘടന ഉദ്ദേശിക്കുന്നതല്ല. അതിപ്പോഴത്തെ ഓർഗനൈസേഷനാണ് എന്ന് ധരിച്ചിട്ട് സംഘടിത ശക്തിയെക്കുറിച്ച് വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, ഇല്ലല്ലോ എന്നാണ് എൻ്റെ ഉത്തരമേ. പറഞ്ഞിട്ടുണ്ട്, അത് വേറെ സ്ഥലത്താണത് പറഞ്ഞിരിക്കുന്നത്. പലതും പറയുന്ന കൂട്ടത്തിൽ മനുഷ്യരെ ഒരുമിച്ച് ചേർന്ന് നിന്നാലുള്ള ഗുണത്തെക്കുറിച്ച് പറയും. അതിന് ഐക്യമെന്നാണ് വാക്ക്. സംഘടന എന്നുള്ളത് ഈ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്. അകന്നു നിൽക്കുന്നതിനെ ഘടിപ്പിച്ച് നിർത്തുന്ന ഒരു ഏകീകൃത തത്വം എന്നുള്ള നിലയിലാണ് പറയുന്നത്. മനുഷ്യ സംഘടന അല്ലത്. സംഘടിച്ച് ശക്തരാകൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉത്ബോധനമല്ല അത്. സംഘടിച്ച ശക്തി ഉണ്ടാകില്ല. ഇങ്ങനെ സംഘടിച്ച ഭീരുക്കളെല്ലാവരും കൂടി സംഘടിച്ചെന്നാൽ വലിയ ഭീരുത്വം ഉണ്ടാകുക എന്നുള്ളതല്ലാതെ അതിനകത്ത് എങ്ങനെയാണ് ശക്തി ഉണ്ടാകുന്നത്? അശക്തന്മാരെല്ലാവരും കൂടി സംഘടിക്കുന്നു. മുകളിലേക്ക് ഒടിവയ്ക്കുമ്പോൾ തന്നെ എല്ലാവരും തിരിഞ്ഞോടി കളയും. അല്ല, അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്? അശക്തന്മാരെല്ലാവരും കൂടി സംഘടിച്ച് വന്നിട്ട് പോലീസുകാരുടെ കൊടുത്തിരിക്കുന്ന റബ്ബർ ബുള്ളറ്റിനിട്ടിരിക്കുന്ന തോക്കൊണ്ട് അവർ മുകളിൽ ആകാശത്തേക്ക് കുടിയിക്കും. ആകാശത്തിൽ പ്രത്യേകിച്ച് ആരും സ്ഥിതി ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പണ്ടാണെങ്കിൽ ആകാശത്ത് ദേവന്മാരുണ്ടാകുമായിരുന്നു. ഇപ്പോഴതുകൊണ്ട് ദേവന്മാരുമില്ല. ആർക്കും കൊള്ളാതെ വെടി മേലോട്ട് പോകുമ്പോൾ തന്നെ ഈ സംഘടിച്ച് വന്നവരെല്ലാവരും തിരിഞ്ഞോടുന്നതാണ് നമ്മൾ കാണുന്നത്. വസ്ത്രം പോയാൽ പോലും അത് തിരിച്ചെടുക്കാൻ ആരും മെനക്കെടുന്നത് കാണാറില്ല. കുഞ്ഞുനന്മാരുടെ രീതിയാണ്. കായം കിട്ടുകിൽ അത് ബഹുലാഭം എന്ന നിലയിൽ ഓടിപ്പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സംഘടിച്ചിട്ട് എങ്ങനെ ശക്തരാകുന്നത്? ശക്തിയുള്ളവർ സംഘടിച്ചാൽ ശക്തി ഉണ്ടാകും എന്നല്ലാതെ ഭീരുക്കൾ സംഘടിച്ചാൽ ശക്തി ഉണ്ടാകും തോന്നുന്നില്ല. അപ്പോൾ സംഘടനയുടെ മർമ്മം മനുഷ്യ സംഘടനയും എന്തെന്ന് മനസ്സിലാക്കാതെയും അതിനെ വ്യാസൻ എവിടെ എപ്രകാരം ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെയും സംഘടന എന്നൊരു വാക്ക് കണ്ടു. ഉടനെ അതിന്മേൽ കയറി ഒരു പ്രയോഗം, ഒരു ലേഖനം.